എടുത്തു പറയാൻ എന്തെങ്കിലും പറയാൻ വയ്യ, വാക്കുകളില്ല സത്യം പറഞ്ഞ. അല്ല, നല്ല സിനിമയാണ്, വേറിട്ടൊരു എക്സ്പീരിയൻസാ. മമ്മൂക്കയുടെ അഭിനയം നിങ്ങൾ പറയണ്ട. നല്ല പടം. എന്താണ് എടുത്തു പറയാൻ? അടിപൊളി പടം. അതെ, എന്താണ് എടുത്തു പറയാൻ? എടുത്തു പറയാനാ മമ്മൂക്ക അമ്പോ അടിപൊളി, നല്ല പടം, കിടിലം പടം. ഭയങ്കര പടം. അദ്ദേഹത്തിന്റെ പെർഫോമൻസും അങ്ങയുടെ എന്ത് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്കും കൊണ്ടൊരു സംഭവം എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റിയൊരു പടം. ഇത് എല്ലാവരും കൂടെ മറ്റേ ആ ചിരിയൊക്കെ ഉണ്ട്. അത് ടീസറിന് വേണ്ടി ചെയ്തതല്ല, അതൊരു അവസാനം ഒരു 15 മിനിറ്റിൽ പുള്ളിക്കാരൻ്റെ ഒരു എന്ത് കാണാനാണോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. നിങ്ങൾ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇതൊരു ഫാൻറ്റസിയാണ്, ഭയങ്കര സംഭവമാണ്. കാണണം നിങ്ങളെല്ലാവരും കൂടെ. ഇങ്ങനെയൊന്നും വലിയ പടമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ, ദാറ്റ്സ് ഓൾ. അതിൽ കൂടുതൽ പറയാനുള്ളൊന്നുമില്ല. ഒരു 2-2.5 മണിക്കൂർ ഡോക്യുമെൻ്ററി. ഇപ്പം നിങ്ങൾ ഈ വൈറ്റ് എന്ന നിലയിൽ എടുത്തിരിക്കുന്നുണ്ടല്ലേ പറയുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്ന നിലയിൽ. നമുക്ക് ചെമ്മീൻ സിനിമ ഒരു പക്ഷേ ഒരിക്കൽ കൂടെ കണ്ട എന്തായാലും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. കുറേ ചാത്തൻ സേവയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന തരത്തിലുള്ള അത്രയേ ഉള്ളൂ. ഫ്രാങ്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. പടം എന്താ സ്ലോ ആയതുകൊണ്ടാണോ? ഭയങ്കര സ്ലോ മീൻസ് എന്താണ് പറയുന്നത്, ഏതോ ഒരു ഏരിയയിൽ കുറച്ച് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ക്യാമറ വർക്ക് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഉള്ളതിനെ നമ്മൾ നല്ല രീതിയിൽ പറയാം. പടം എന്ന നിലയിൽ നമ്മൾ എക്സ്പെക്ടേഷൻ എത്ര കിട്ടിയെന്നും 100% നമുക്ക് ഫ്ലോപ്പാണ്. 2.5 മണിക്കൂർ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. കുറച്ച് ഒരു രക്ഷയില്ല, അടിപൊളി സെറ്റ്, സൂപ്പർ പടം. കാര്യം വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണുന്നതെന്നുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല. നല്ല മൂവിയാണ്, ചെന്ന് കാണുക. കഞ്ഞി എന്ന് തോന്നി കഴിഞ്ഞാൽ പാൽ കഞ്ഞിയാണ് കിട്ടിയത്. സൂപ്പർ മൂവിയാണ്, ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. അല്ല, അഭിനയത്തിൻ്റെ ഒരു കൊടുമുടിയിൽ തന്നെയാണ് മമ്മൂക്കയുടെ പെർഫോമൻസ്. നന്നായിട്ടുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ട് ത്രൂ ആയിട്ട് എല്ലാവർക്കും നല്ല ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മേക്കിങ്, നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് കാണുന്നതെന്നുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല. നല്ല മൂവിയാണ്, എല്ലാവർക്കും നല്ല ഇതായിട്ട്. അതിൽ ഒരുപാട് പേര് ഒരു പീസും ഇല്ല, നന്നായിട്ട്. അതായത് നമുക്ക് അടുത്തത് എന്താണെന്നുള്ള ത്രില്ലിങ്ങിലോട്ട് പോവുകയാണ് സിനിമ. അടുത്തൊക്കെ നമുക്ക്, അതായത് ഈ കളർ ഫിലിമിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, ക്രൈം ത്രില്ലറൊക്കെ കാണുന്നില്ലേ, അതുപോലെയൊക്കെ ഒരു ഫീലിംഗ് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് അടുത്ത ഘട്ടം എന്താണെന്നുള്ള ഒരു തോന്നൽ. ഒരു ലാഗും ഇല്ല, നല്ല മൂവിയാണ്, നല്ല മൂവി. കുഴപ്പമില്ല, പറയാനുള്ള മമ്മൂട്ടി പറഞ്ഞത് തന്നെ ഒന്നും പ്രതീക്ഷിച്ച് പോകില്ല. നോർമൽ മൈൻഡ് ക്യാരക്ടേഴ്സ് ഒക്കെ കുറവല്ലേ, അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടിയുടെ അഭിനയം അത്ര തന്നെ, വേറെ ഒന്നും. സൂപ്പർ സിനിമ. എന്താണ് എടുത്തു പറയാൻ? എടുത്തു പറയുന്ന 3 കഥാപാത്രത്തെ വെച്ച് ബോറടിയില്ലാതെ കൊണ്ടുപോയി. ഓരോന്നും ആകാംക്ഷ ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളുടെ എണ്ണം കുറവാണ്. കഥാപാത്രം എണ്ണം കുറവാണെങ്കിലും ഭയങ്കര വിഷയമില്ലായിരുന്നു. ഓരോന്നോരോ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. എന്താണ് എടുത്തു പറയാനുള്ളത്? വിസ്മയം. മേക്കിംഗ്, ഇത്രയും ലെവല് മേക്കിംഗ് മലയാളത്തിൽ നിന്ന് ഒരു തുമ്പോടിന്റെ ഒരു പീക്ക് ലെവലിലാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? എന്താണ് എടുത്തു പറയാനുള്ളത്? എന്താണ് പടത്തിൽ എടുത്തു പറയാനുള്ള? ചെറിയൊരു ഹൊററാണ്, എന്നാലും കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. എന്താണ് തീം പറഞ്ഞത്? എന്താണ് സംഭവം? ഒരു പഴയ കാലത്തെ അധികാരം അതൊക്കെ തന്നെയാണ് പറയുന്നത്. മമ്മൂക്ക പൊളിയാണ്. ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ വിഷയമാണ്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഈ ലാഗ് ആണെങ്കിൽ ചെറിയ ലാഗ് കൊള്ളാം. സ്ലോ പേസിലാണ് പോണത്, പക്ഷേ എൻട്രി ഒക്കെ കൊള്ളാം, നൈസാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റും കാര്യങ്ങളല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നൈസാണ്. എന്താണ് എടുത്തു പറയാനുള്ളത്? നല്ല അഭിനയം തന്നെയാണ്, പുള്ളി അടിക്കിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. പടത്തിന്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ മമ്മൂക്ക തന്നെയാണ്. പക്ഷേ അവസാനമായിട്ട് വരുമ്പോൾ പടം കുറച്ച് വീക്കായെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പെർഫോമൻസ് എല്ലാം അടിപൊളി, മേക്കിങ്ങും കൊള്ളാം. ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ക്യാരക്ടേഴ്സ് കുറവായതുകൊണ്ടാണോ അതോ? ക്യാരക്ടേഴ്സ് കുറവായുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല. പക്ഷേ അവസാനം വരുമ്പോൾ എന്തോ ഒരു പടം ഇറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഫീൽ കിട്ടുന്നില്ല. പക്ഷെ ടോട്ടലി കൊള്ള ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് തന്നെയാണ് മെയിൻ. ആ ട്രെയിലറിൽ കണ്ട ചിരിയൊക്കെ തിയേറ്ററിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അത് തന്നെയാണ് പറയുന്നത്. മമ്മൂക്ക ഇല്ലായിരുന്നെങ്കിൽ പടം മുന്നോട്ട് പോകത്തില്ലായിരുന്നു. എങ്ങനെയുണ്ട്? മമ്മൂട്ടിയുടെ ആക്ടിങ് പൊളി. വേറെ പ്രത്യേകിച്ച്